SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ മറവിൽ വെള്ളാപ്പള്ളി നടത്തിയ കോടികളുടെ അഴിമതിയുടെ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് 4% പലിശയ്ക്കെടുക്കുന്ന തുക വെള്ളാപ്പള്ളി നിർധനർക്ക് നൽകുന്നത് 14% കഴുത്തറപ്പൻ പലിശയ്ക്ക്. KG ദിനകരന്റെ റിപ്പോർട്ടിലേക്ക്. മൈക്രോ ഫിനാൻസ് പദ്ധതി പ്രകാരം SNDP യോഗത്തിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ച 5 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിമറി നടത്തിയത്. 14 ജില്ലകളിലായി 250 സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകാനായിരുന്നു തീരുമാനം. 3900 പേരായിരുന്നു ഗുണഭോക്താക്കൾ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 2% പലിശയ്ക്കാണ് 5 കോടി രൂപ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. ഇത് സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകേണ്ടത് 5% പലിശയ്ക്കും. എന്നാൽ സംഘങ്ങൾക്ക് പണം അനുവദിച്ചിരിക്കുന്നത് 12 മുതൽ 14 വരെ ശതമാനം പലിശയ്ക്കാണെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പകുതിയിലധികം സംഘങ്ങളുടെ വ്യക്തമായ വിവരങ്ങളും ലഭ്യമല്ല. മാത്രമല്ല, ഉള്ള സംഘങ്ങൾക്കാകട്ടെ അനുവദിച്ചതിൽ പകുതി തുക മാത്രമാണ് നൽകിയിട്ടുമുള്ളൂ. പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് പണം നൽകിയ സംഘങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും SNDP യൂണിയൻ നൽകിയിട്ടുമില്ല. റിപ്പോർട്ട് നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വിവിധ ജില്ലകളിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ പല സംഘങ്ങളും വ്യാജമാണെന്നും വ്യക്തമായിട്ടുണ്ട്. വായ്പ എടുത്തുവെന്ന് SNDP യൂണിയനിൽ രേഖകളുള്ള പല സംഘങ്ങളും ഇക്കാര്യം അറിയുന്നത് തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തിയപ്പോഴാണ് എന്നതും ശ്രദ്ധേയം. സാധാരണക്കാരായ യോഗം അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി കോടികൾ തിരിമറി നടത്തി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2003 മുതൽ 2009 വരെ 10 കോടി രൂപ കോർപ്പറേഷൻ നൽകിയതിലും ക്രമക്കേട് നടത്തിയതായാണ് സൂചന. KG ദിനകർ, തിരുവനന്തപുരം. ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധവുമായി മരിച്ച അഖ്ലാഖിന്റെ മകൻ സർതാജ് നീതി നടപ്പാക്കാൻ ശ്രമിക്കാതെ പിതാവിന്റെ മരണത്തിന് പേരിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് സർതാജ് കുറ്റപ്പെടുത്തി. മുഹമ്മദ് അത്ലഖിന്റെ ദാരുണാന്ത്യം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ കഴിയുകയാണ് അത്ലഖിന്റെ മകൻ സർതാജ്. തങ്ങളുടെ ദുഃഖം മനസ്സിലാക്കാതെ പിതാവിന്റെ ദുരന്തം രാഷ്ട്രീയ ലാഭത്തിനായാണ് ഉപയോഗിക്കുന്നത്. മുഹമ്മദിന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനോ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനോ ആരും ശ്രമിക്കുന്നില്ലെന്ന് സർതാജ് കുറ്റപ്പെടുത്തി. പല രാഷ്ട്രീയക്കാരും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ വീട് സന്ദർശനം നടത്തുന്നതെന്നും സർതാജ് പറഞ്ഞു. താനും തന്റെ കുടുംബവും രാജ്യസ്നേഹമുള്ളവരാണ്. രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തെ മാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് താൻ എയർഫോഴ്സിൽ ചേർന്നതെന്നും സർതാജ് കൂട്ടിച്ചേർത്തു. വർഗീയവാദികളുടെ ആക്രമണത്തിൽ സർതാജിനും പരിക്കേറ്റിരുന്നു. ഇന്നലെ UPA സർക്കാർ കൊലപാതകത്തെക്കുറിച്ച് കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൊലപാതക കാരണം മറച്ചുവെച്ചു. ന്യൂസ് ഡെസ്ക്. മാംസനിരോധനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്ത്. രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണമെന്നും ഒരു വിഭാഗം ആളുകൾ പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദവുമായി ബന്ധപ്പെട്ട് അധ്യാപിക പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. മാംസാഹാര നിരോധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് അധ്യാപിക ദീപ നിശാന്ത് വ്യക്തമാക്കിയത്. കേരളവർമ്മ കോളേജിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിനെ കുറിച്ചായിരുന്നില്ല, രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണം. ഒരു വിഭാഗം ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് വളച്ചടിച്ചുവെന്നും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ മനസ്സിലാക്കാനാവുമെന്നും ദീപ പ്രതികരിച്ചു. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ആ പോസ്റ്റ് ഇട്ടതിലൊരു അത് ഞാൻ ഇട്ടതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കേരളവർമ്മയിലത്തെ കുട്ടികൾ അത് പറയട്ടെ, നിങ്ങളല്ലല്ലോ അങ്ങനെ വളച്ചൊടിക്കും. മാധ്യമങ്ങൾക്ക് പലതും പറയല്ലോ. കേരളവർമ്മയിലത്തെ കുട്ടികൾ ഇതുവരെയുള്ള ദീപ ടീച്ചർ എന്തായിരുന്നു എന്നുള്ള ഇവിടുത്തെ കുട്ടികൾക്കറിയാം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം പരസ്യ പ്രതികരണത്തിൽ ദീപ നിശാന്ത് കോളേജ് പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറി. അതേസമയം അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. കേരളവർമ്മ കോളേജിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമത്തിനെതിരെ നാളെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപക സംഘടനകളും ക്യാമ്പസിൽ മതനിരപേക്ഷ സംഗമം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയം CMS കോളേജിലെ ബീഫ് ഫെസ്റ്റിനിടെ പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന വാർത്ത തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് കോളേജിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കോട്ടയം CMS കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നായിരുന്നു CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയലിന്റെ വിശദീകരണം. ബീഫ് വിതരണം ചെയ്യാൻ തുടങ്ങിയുടനെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം പോലീസിൽ അറിയിച്ചെങ്കിൽ തന്നെയും പോലീസ് വരുന്നതിന് അല്പസമയം എടുക്കുക. ആ സമയത്തുള്ളിൽ ഇവരെ ബീഫ് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് തടഞ്ഞു. പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ പിന്നെ ഒരു അക്രമാസക്തമായിട്ടൊരു രീതിയായിരുന്നു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾ ബീഫ് വിതരണം ചെയ്യുന്നതിനിടെ എത്തിയ പ്രിൻസിപ്പൽ ബീഫ് നിറച്ചിരുന്ന പാത്രം കാൽകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പ്രകോപനം സൃഷ്ടിച്ചു. അടുത്തുനിന്ന വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിലേക്ക് കറി ചിതറിത്തെറിച്ചു. എന്നിട്ടും യാതൊരു സംഘർഷത്തിനും മുതിരാതെ വിദ്യാർത്ഥികൾ ബീഫ് വിളമ്പിക്കൊണ്ടേയിരുന്നു. ഈ സമയം പ്രിൻസിപ്പലും വിദ്യാർത്ഥികൾക്ക് നടുവിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ SFI അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു.
ഈ മുദ്രാവാക്യങ്ങൾ എങ്ങനെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുമെന്ന് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ പ്രതിഷേധമറിയിച്ച് സമാധാനപരമായി പിരിഞ്ഞ വിദ്യാർത്ഥികളിൽ 10 പേരെയാണ് പ്രിൻസിപ്പലും സ്റ്റാഫ് കൗൺസിലും യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സസ്പെൻഷൻ നടപടി ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അംഗീകരിക്കില്ലെന്നും SFI ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വടകര ശ്രീനാരായണ കോളേജിൽ ABVP ആക്രമണം. ബീഫ് ഫെസ്റ്റിവലിന് ഇടയിലാണ് ABVP പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതിനിടെയാണ് SN കോളേജിലെ SFI പ്രവർത്തകർക്കു നേരെ ABVP ആക്രമണം ഉണ്ടായത്. കോളേജ് ക്യാമ്പസിന് പുറത്തുനിന്ന് വന്ന RSS സംഘത്തിന്റെ കൂട്ടുപിടിച്ചായിരുന്നു ABVP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. SFI വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച സംഘം ബീഫ് ഫെസ്റ്റിവൽ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. പ്രിൻസിപ്പാളിന്റെ അനുമതിയോടെ നടത്തിയ പരിപാടിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. കോളേജിനകത്ത് വളരെ സമാധാനപൂർവ്വം ജനാധിപത്യ രീതിയിലായിരുന്നു പ്രിൻസിപ്പാളുടെ അനുമതിയോട് കൂടിയാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്. ആദ്യം ശൃംഖല സംഘടിപ്പിക്കുകയും അതിനുശേഷം പ്രതിജ്ഞ ചൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബീഫ് വിതരണം ചെയ്തു. ആ സമയത്താണ് ABVPയുടെ നഗര സെക്രട്ടറി ആയ ബിദുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ പുറമേ നിന്നുള്ള RSS ABVP പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോളേജിലേക്ക് വരികയും ഞങ്ങളുടെ സഹാക്കളെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. പ്രതിരോധ ശൃംഖല തീർത്തായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതിനിടെയാണ് ABVPയുടെ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തിയതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലടി സർവകലാശാല ക്യാമ്പസിൽ വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. സെമിനാർ നടത്തുന്നതിന് അനുമതി നിഷേധിച്ച സർവകലാശാല അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിൽ കാലടി സർവകലാശാല ക്യാമ്പസിൽ നാളെ നടത്താനിരിക്കുന്ന വിദ്യാർത്ഥി ഗവേഷക സംഗമത്തിന് സർവകലാശാല കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിനകത്ത് ഉയർന്നു വന്നത്. പരിപാടി മാറ്റിവെക്കുകയാണെങ്കിൽ ഉത്തരവ് പിൻവലിക്കാമെന്ന് BC അറിയിച്ചെങ്കിലും സംഘാടകർ വഴങ്ങിയില്ല. നിശ്ചയിച്ച സമയത്തു തന്നെ പരിപാടി നടത്തുമെന്ന് സംഘാടകരായ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളോട് ഒരു പോസിറ്റീവ് നിലപാട് എടുക്കുന്ന ആളുകളുടെ മുഴുവൻ കൂടിയിരിപ്പിനകത്ത് സാധ്യമാണ്. അതുകൊണ്ട് അത് പറഞ്ഞ ദിവസം തന്നെ നടത്താനാണ് തീരുമാനം. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും വർഗീയ വിരുദ്ധ സംഗമം നടത്തുന്നതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറി അരവിന്ദ്. അതുകൊണ്ട് SFIയുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ സംഘടനയ്ക്കും ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിക്കും നൽകുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സർവകലാശാല ക്യാമ്പസിനകത്ത് നടക്കുന്ന വിദ്യാർത്ഥി ഗവേഷക സംഗമത്തിൽ കുരീപ്പുഴ ശ്രീകുമാർ, ഡോക്ടർ സുനിൽ P. ഇളയിടം തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 3 വർഷ LLB ബിരുദ കോഴ്സുകൾ നിർത്തലാക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ഏകീകരിക്കാനും വിദഗ്ധ സമിതിയെ ഏൽപ്പിക്കാനും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകളുടെ മാതൃകയിൽ പഞ്ചവത്സര ബിരുദം മാത്രം മതിയെന്ന നിർദ്ദേശത്തോടെയാണ് ത്രിവത്സര നിയമ ബിരുദ കോഴ്സുകൾ അവസാനിപ്പിക്കാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത് തടയാൻ നിയമ നിർമ്മാണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ക്രിമിനൽ കേസിൽ പ്രതികളായവർ അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആനന്ദ് മുരുകൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിരീക്ഷണം. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അധ്യക്ഷനായ വിദഗ്ധ സമിതിയെ ബാർ കൗൺസിൽ ചുമതല ഏൽപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ആക്ട് പുനഃപരിശോധിക്കുക, നിയമ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ നടത്തുക എന്നിവയുൾപ്പെടെ 14 നിർദ്ദേശങ്ങളും കോടതി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി.